ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും ഞങ്ങളെ കടയിലേക്ക് പോവാണ്. തത്തമ്മ ഞങ്ങളുടെ കൂടെ കടയിലേക്കല്ലേ വരുന്നത്. ഓള് LSSന്റെ എക്സാമിന് പാസ്സായതുകൊണ്ട് അവരുടെ സ്കൂളിൽ ഒരു ഹോട്ടലിൽ അവർക്ക് ട്രീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് ഓള്. അങ്ങനെ ഓളെ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നിയമോളെ ഈശലിന്റെ ആങ്ങളിനെ വിളിച്ചിട്ട് ഞാൻ ഈ മാളിക്കുന്നത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. തത്തമ്മ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ കടയിലേക്ക് തന്നെ വരും. ഒക്കെ പാടെ കടയിൽ നിൽക്കുമ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനും കുഞ്ഞോളും വൈകുന്നേരം ആവാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കടയിൽ. അങ്ങനത്തെ 4 മണിയപ്പം നല്ല പൂളൊക്കെ പുഴുങ്ങി നല്ല ചമ്മന്തിയൊക്കെ അരച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെ കയ്യിൽ. അങ്ങനത്തെ ഞങ്ങൾ കടയിൽ നിന്ന് തന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈശല് കരയാണെന്ന് പറഞ്ഞിട്ട് ഒരു 7 മണിയായപ്പോഴേക്കും ഈശലിന് നിയമോളിന്റെ ആങ്ങളെ കടയിൽ തന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് ഇമ്മി ഭസ്മി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്നത്തെയും പോലെ തന്നെ ഓരോരുത്തരും ഓരോ പണിയിൽ അങ്ങോട്ട് ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർ റൈറ്റ് ഇടലും അടുക്കലും ഇന്നൊക്കെ ഏകദേശം ഒക്കെ കുറെ ഒക്കെ അടുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒക്കെ ആയപ്പോഴേക്കും വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാം അടുക്കി ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ. ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും കുറെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് ഈ കടന്ന് കരയണത്. ഓരോ മുട്ടായി ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അത് വാങ്ങിക്കൊണ്ടിരുന്ന തിന്നത് തന്നെയായിരുന്നു ഇവർക്ക്. ഞങ്ങൾ ഉദ്ഘാടനത്തിന്റെ തീയതിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഉറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടിയത്തെ പണിയും വർക്കുകളും ഒന്നും തീരാത്തത് കൊണ്ട് വീണ്ടും ഞങ്ങൾ അത് നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനത്തെ രാത്രിക്കുള്ള ഫുഡൊക്കെ ഭസ്മിയും ഇമ്മയും വീട്ടിൽ നിന്ന് വന്നപ്പോ അവര് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മളെ കടയിൽ ആള് കൂടിയപ്പോഴേ കൊണ്ടുവന്ന ചപ്പാത്തി തികയില്ല വിചാരിച്ചിട്ട് ആബി പോയിട്ട് 10 പൊറാട്ടയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കളെയും കൂട്ടി വന്നിട്ട് ഞങ്ങൾ പഴയ കടയിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 12 മണിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കടയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.